എല്ലാത്തിനോടുള്ള ആദരവും സ്നേഹവും തന്നെയാണ് ശരിയായ ഈശ്വരഭക്തി എന്ന് പറയുന്നത്. ഒരു വ്യവസായശാലയിൽ പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് നടത്തുക. ടെസ്റ്റിൻ്റെ പേപ്പറിൽ അവസാനത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇതിലും ഇവിടുത്തെ മാനേജറുടെ പേരെന്താണ്, ഇവിടെ തൂക്കുന്ന ആളുടെ പേരെന്താണ്. ഇതെല്ലാം ഡെസ്കിലും ബെഞ്ചിലും എല്ലാം കൊണ്ടുവയ്ക്കുന്ന, എല്ലാം ഒരുക്കി വയ്ക്കുന്ന ആളുടെ പേരെന്താണ്, ചായ കൊണ്ടുവരുന്ന ആളുടെ പേരെന്താണ്. എല്ലാവരും മാനേജറുടെ പേരെഴുതി, തൂപ്പുകാരുടെ പേര് ആരും എഴുതിയില്ല. ചിലർ മാത്രം ചായ കൊണ്ട് വയ്ക്കുന്ന ആളുടെ പേരെഴുതി. ഈ വിചിത്രമായ ചോദ്യത്തിൻ്റെ പ്രസിദ്ധി എന്താണെന്ന് ചിലർ മാനേജറോട് ചോദിച്ചു. അപ്പം മാനേജർ നിസ്സാരമായ ആരുമില്ല. അടുത്തിടപഴകുന്നവരെ പോലും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? മാനേജറുടെ ഈ മറുപടിക്ക് ആധ്യാത്മിക ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. എല്ലാവരിലും ഈശ്വരത്വം കാണും. നമുക്ക് എളിയവരായി താന്നവരെന്നോ വലിയവരെന്നോ ആരുമില്ല. എല്ലാ ഈശ്വരൻ്റെ മക്കളാണ്. എല്ലാത്തിനോടുള്ള ആദരവും സ്നേഹവും തന്നെയാണ് ശരിയായ ഈശ്വരഭക്തി എന്ന് പറയുന്നത്. ഒരമ്മ കുഞ്ഞിൽ തന്നെ തന്നെയാണ് ദർശിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരിൽ നമ്മളെ തന്നെ ദർശിക്കാൻ നമുക്ക് കഴിയണം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും സഹനശക്തിയുടെയും മൂർത്തിയാണ് അമ്മ. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം തുടങ്ങിയ ഗുണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നുവോ അതിനെല്ലാം നമ്മൾ അമ്മയെന്ന് വിളിക്കാറുണ്ട്. കുഞ്ഞിനോടുള്ള സ്നേഹം കാരണം അമ്മ കുഞ്ഞുമായി എളുപ്പം താതാത്മ്യം പ്രാപിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ സ്പഷ്ടമല്ലാത്ത കൊഞ്ചലുകളുടെയും നോട്ടങ്ങളുടെയും ഒക്കെ അർത്ഥം അമ്മ എളുപ്പം തിരിച്ചറിയും. കുഞ്ഞു മൗനമായിരുന്നാൽ പോലും അമ്മയ്ക്കത് മനസ്സിലാകും. എന്താണ് അനങ്ങാതിരിക്കുന്നത്, ഇവിടെ ഇന്ന ചിന്തിച്ചെന്നൊക്കെ അമ്മമാർ പറയും. ഇന്ന് കൊടുക്കാത്തതുകൊണ്ടാണ്, അല്ല ഇന്ന് കിട്ടാത്തതുകൊണ്ടാണ്, അല്ല ഇന്നത് വേണ്ടിയാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലാകും. അതുപോലെ ഭക്തരുടെ മൗന അഭിലാഷങ്ങളും അതിസൂക്ഷ്മമായ സങ്കല്പങ്ങളും ദേവി തിരിച്ചറിയുന്നു. എന്നാൽ ആഗ്രഹം നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയേക്കാൾ ദേവിക്ക് ഇഷ്ടം ചിന്തകളടങ്ങിയ മനസ്സിൻ്റെ ധ്യാനാത്മകമായ ഭാവമാണ്. ഭക്തരുടെ വ്രതത്തിലും തപസ്സിലും ദേവി സന്തോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നവരാത്രിയുടെ പ്രധാന ഭാഗമാണ് 9 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാനുഷ്ഠാനങ്ങൾ. വ്രതങ്ങൾ വളരെ നല്ലതാണ്. നമ്മൾ സൂപ്പ് കിച്ചന് നമ്മളുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. ആഴ്ചയിൽ ഒരു ദിവസം സാധുക്കളായിട്ട് മറ്റു വരവില്ലാത്തവരെ എല്ലാ രാജ്യത്തിലും ചെയ്തിരുന്നു. അപ്പം ഭക്ഷണം കൊണ്ട് കൊടുക്കുക. അത് നമ്മൾ ചർച്ചിലേക്ക് കൊണ്ട് കൊടുക്കും. ചർച്ചിൽ വെച്ച് എല്ലാവർക്കും കൊടുക്കും. അമേരിക്കയിലുമൊക്കെ, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അങ്ങനെ. അപ്പോൾ ചെയ്യുമ്പം ആ ദിവസം പല ഭക്തന്മാരും ഭക്ഷണം കഴിക്കില്ല, ഉപവാസം എടുക്കും. അപ്പോൾ അവരുടെ ആ പണം സമൂഹത്തിന് കൊടുത്തു. ആഴ്ച ഒരു ദിവസം അവർ ഒരു ദിവസം കഴിക്കാതെ ഇത് വേവിച്ചിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ മഠത്തുനിന്നും എല്ലാം കൊണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൽ 3 തത്വം അടങ്ങും. മറ്റുള്ളവർക്ക് സഹായമായി സാധാരണ ജോലി ചെയ്ത് വിശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമേ വിശ്രമം കിട്ടുന്നുള്ളൂ. ഉള്ളിലുള്ള അവയവങ്ങൾക്ക് വിശ്രമം കിട്ടണമെങ്കിൽ എപ്പോഴും മിക്സി കണ്ടിന്യൂ ആയിട്ട് പ്രവർത്തിച്ചത് എരിഞ്ഞു പോകുമെന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ളത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ കഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കൊരു വിശ്രമം കൊടുക്കുക. നമ്മൾ ഉറക്കം പോലൊരു വിശ്രമം നമുക്ക് ഇത് ഇങ്ങനെയും വേണം. ഉപവാസം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഴുകിയ മലം കടന്നാൽ അതിൽ നിന്ന് കാമം വരും, തലവേദന ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും, കാമം കൂടും. അപ്പോൾ ആഴ്ച ഒരു ദിവസം ഉപവാസം എടുക്കുമ്പോൾ ഈ അഴുകിയ മലങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് ഒരു വിശ്രമവും കിട്ടുന്നത്. നമ്മളിപ്പോൾ മനോബുദ്ധി തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു ചെമ്പ് പാത്രം പോലാണ്, ദിവസവും കഴുകി വൃത്തിയാക്കണം. അതുപോലെ അന്ധകരണ ശുദ്ധിക്ക് ഈ യമനിയമങ്ങളെല്ലാം ആവശ്യമാണ്. ആ തലത്തിലെത്തിയാൽ അത് ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണം. ഇപ്പോൾ ഒരു ഡാൻസർ ഡാൻസ് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടല്ലേ മറ്റു കുട്ടികൾ പഠിക്കുന്നത്. ഡാൻസും അറിയാം, എന്നാലും കാണിച്ചു കൊടുത്തിട്ടാണ് മറ്റുള്ളവരോട് കളിച്ചു വരുന്നത്. സംഗീതത്തിന് എല്ലാ രാഗങ്ങളും അറിയാം, പാട്ടും അറിയാം. അദ്ദേഹം പാടി കൊടുത്തുകൊണ്ട് മറ്റു കേട്ട് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ പാട്ടുകാരാകുന്നത്. അതുപോലെ മഹാത്മാക്കൾ മാതൃക കാണിച്ചു കൊടുത്താലേ മറ്റുള്ളവരും ഉണ്ടെന്ന് വരത്തുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരിടത്ത് ഒരു പൂർണ്ണജ്ഞാനിയായ ഒരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം പൂർണ്ണജ്ഞാനിയാണെങ്കിലും രാവിലെ പൂജ ചെയ്യും, വൈകുന്നേരത്തെ എന്തെങ്കിലും കീർത്തനങ്ങൾ പാടും. ഈ സാധാരണ ഒരു മനുഷ്യർ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്ത് കാണിക്കും. ഇതെല്ലാം അറിയുന്ന ഒരു ഭക്തൻ ചോദിച്ചു, അങ്ങ് പൂർണ്ണമായ ജ്ഞാനിയല്ലേ, അങ്ങ് എന്തിനാ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം? അങ്ങ് ഇതിനൊക്കെ അതീതനാണല്ലോ. നിങ്ങൾ പറയുന്ന ഒരു പക്ഷേ ശരിയായിരിക്കാം, എന്നാൽ ലോകത്തിന് ഞാൻ മാതൃക കാട്ടണം. യമനിയമത്തിൽ കൂടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ മനസ്സും ശരീരവും അത്ര നിഷ്ഠങ്ങളുടെ ഗുണങ്ങൾ അനുഭവിച്ചതാണ്. ഒരു പൂജാപാത്രം എന്ന് നമ്മൾ കഴുകി ആണല്ലോ പൂജയ്ക്ക് എടുക്കുന്നത്.
നമ്മുടെ ഈ ശരീര മനസ്സുകളെയും ഒരു പൂജാപുത്രം പോലെ നമ്മൾ കരുതണം. പ്ലെയിൻ തന്നെ റൺവേ കൂടെ ഓടിക്കൊണ്ടാണ് ഉയരങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ചിട്ടയും നിഷ്ഠയും ഇതുപോലെ നമുക്ക് ഉപകാരപ്രദമാകും.